ചേറ്റുപുഴ കർമ്മലമാതാ ഇടവകയിൽ നവീകരിച്ച ദേവാലയത്തിന്റെ പുനർകൂദാശയും ബൈബിൾ കൈയെഴുത്ത് പ്രതികളുടെ സമർപ്പണവും നടന്നു. 2026 മെയ് 1 ശനിയാഴ്ച വൈകിട്ട് നടന്ന പുനർകൂദാശ ചടങ്ങിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. കൂടാതെ കൊടിമരം വെഞ്ചരിപ്പും തിരുനാൾ കൊടിയേറ്റവും ഇതോടനുബന്ധിച്ച് നടന്നു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് എന്ന കർമ്മലിത്ത സഭയുടെ സെന്റ് തോമസ് പ്രോവിൻസ് പ്രയോർ പ്രൊവിൻഷ്യൽ ഫാദർ തങ്കച്ചൻ ഞാളിയത്ത് ഓക്കാം, കാർമൽ സദൻ ആശ്രമത്തിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് ഇടവകയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ 121 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതിയ കൈയെഴുത്ത് പ്രതികൾ അൾത്താരയിൽ സമർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ബൈബിൾ ഏറ്റുവാങ്ങി. ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേരാണ് ബൈബിൾ പകർത്തിയെഴുതാൻ ആരംഭിച്ചത് എങ്കിലും കൂടുതൽ പേർ മുന്നോട്ടു വരികയായിരുന്നു. 121 പേരാണ് 9 വിവിധ ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതിയത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തിയെഴുതിയത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നിങ്ങനെ വിവിധ ഭാഷകളിലും ബൈബിൾ പകർത്തിയെഴുതിയിട്ടുണ്ട്. ചേറ്റുപുഴ കർമ്മലമാതാ ഇടവകയിലെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ മെയ് 7, 8, 9, 10, 11 തീയതികളിലായി ആഘോഷിക്കും. വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുച്ചേരിൽ ഓക്കാം, കൈക്കാരന്മാരായ ആന്റണി കാട്ടൂക്കാരൻ, പോൾ മേനാച്ചേരി, നജി കൊള്ളന്നൂർ, ജനറൽ കൺവീനർ സുജീഷ് താരു, ഫിനാൻസ് കൺവീനർ ബാസ്റ്റിൻ പൂവത്തിങ്കൽ, പബ്ലിസിറ്റി കൺവീനർ വിജോ ആലപ്പാട്ട് എന്നിവരും വിവിധ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകും. ATK ന്യൂസ്, ചേറ്റുപുഴ.